ജർമ്മനി ഹൗസ് ബിൽഡിങ്ങിന് എംപ്ലോയർ ഇന്റർവ്യൂവിന് എന്തൊക്കെ ചെക്ക് ലിസ്റ്റ് ആണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ വളരെ വ്യക്തമായിട്ട് ഇൻട്രൊഡക്ഷൻ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ എംപ്ലോയറെ ഇംപ്രസ് ചെയ്യുക. കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വളരെ കൃത്യമായിട്ട് കോൺഫിഡന്റ് ആയിട്ട് ആൻസർ ചെയ്യുക. ഇൻഡസ്ട്രീനെ കുറിച്ച് റിസർച്ച് ചെയ്യുക. നിങ്ങളുടെ ഇൻഡസ്ട്രി ബാക്ക്ഗ്രൗണ്ട്, വാല്യൂസ്, അതുപോലെ തന്നെ വർക്ക് കൾച്ചേഴ്സ് തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാംസിനെ കുറിച്ച് റിസർച്ച് ചെയ്ത് വെക്കുക. എന്തൊക്കെ ഡ്യൂട്ടീസ് ആണ് വരുന്നത്, അതുപോലെ തന്നെ കരിയർ പ്രോസ്പെക്ട്സ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. നിങ്ങളുടെ കോമൺ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക. എന്തുകൊണ്ടാണ് നിങ്ങൾ ഹൗസ് ബിൽഡിംഗ് ചൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഈ ഒരു കമ്പനി ചൂസ് ചെയ്യാനുള്ള കാരണം എന്താണ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ജർമ്മൻ വർക്ക് കൾച്ചറിനെ കുറിച്ച് ഉള്ള നോളജ്, അതുപോലെ തന്നെ നിങ്ങൾ ഒരു ചാലഞ്ച് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ടീം വർക്കായിട്ട് നിൽക്കുമ്പോൾ ഒരു ചാലഞ്ച് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യും തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമാക്കുക. ഓൾമോസ്റ്റ് എല്ലാ എംപ്ലോയീസും ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളാണിത്. വളരെ നന്നായിട്ട് പ്രൊഫഷണൽ ആയിട്ട് ഡ്രസ് ചെയ്യുക. ഇന്റർവ്യൂവിന് ഫേസ് ചെയ്യുമ്പോൾ എംപ്ലോയർക്ക് കാണുമ്പോൾ ഒരു ഇംപ്രഷൻ വരുന്ന രീതിയിൽ വളരെ ഫോർമൽ ആയിട്ട് ഡ്രസ് ചെയ്യുക. അതുപോലെ തന്നെ വളരെ നീറ്റ് ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. സ്മൈലിംഗ് ഫേസോട് കൂടി നമ്മുടെ ക്യാമറയൊക്കെ ഓപ്പൺ ചെയ്ത് നമുക്ക് എംപ്ലോയറെ നമ്മൾ ഇൻട്രൊഡക്ഷൻ ചെയ്യുന്ന സമയത്ത് വളരെ നല്ലൊരു സ്മൈലിംഗ് ഫേസോട് കൂടി വളരെ കോൺഫിഡന്റ് ആയിട്ട് ഇന്റർവ്യൂവിന് അപ്പിയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മളുടെ ബോഡി ലാംഗ്വേജിൽ അവർക്കത് മനസ്സിലാകണം. സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക, ഇരിക്കുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക. നമ്മളുടെ ഐ കോണ്ടാക്ട് ക്യാമറയുടെ നേരെ ആയിരിക്കണം. അതുപോലെ തന്നെ വളരെ വ്യക്തവും കൃത്യവുമായിട്ട് സംസാരിക്കുക. അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ അറിയാൻ പാടില്ല എന്ന് തന്നെ പറയുക. വളരെ പങ്ക്ച്വൽ ആയിരിക്കണം. നമ്മൾ ഓൺലൈൻ ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന ടൈമിൽ ഒരു 10-15 മിനിറ്റ് മുന്നേ നമ്മൾ റെഡി ആയിട്ടിരിക്കണം. അതുപോലെ നമ്മളുടെ ക്യാമറ, മൈക്ക്, ഇന്റർനെറ്റ് കണക്ഷൻ ഇതൊക്കെ ഒന്നും കൂടി ക്രോസ് ചെക്ക് ചെയ്യുക. കണക്ഷൻസ് വളരെ വ്യക്തമാണെന്നുള്ളത് ഉറപ്പുവരുത്തുക. ഫൈനലായിട്ട് എംപ്ലോയർ കൂടുതലും ഇംപ്രസ് ആകുന്ന ഒരു കാര്യമാണിത്. അവരോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുക, തോട്ട്ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുക. നമ്മളുടെ കരിയർ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് ഈ ഒരു ഹൗസ് ബിൽഡിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൈലബിൾ ആണോ, അതുപോലെ തന്നെ ഒരു ന്യൂ ട്രെയിനിൽ നിന്ന് അവരെന്തൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ നമ്മളുടെ അവിടുത്തെ കമ്പനി ഹൗസ് ബിൽഡിംഗ് സ്റ്റുഡൻസിനെ എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ജർമ്മനി എംപ്ലോയർ ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ഫോളോ ചെയ്യുക, കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു.